നമ്മുടെ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലായിൽ നിന്ന് എത്തിയ കസ്റ്റമറാണ് ഇത്. പേരെന്താണ്? നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ? ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് ഒരുപാട് കൂട്ടുകാരെത്തുന്നുണ്ട് കേട്ടോ. അപ്പം ചില ദിവസങ്ങളിലൊന്നും ഞാനിവിടെ കാണാറില്ല. ഏതായാലും നമ്മുടെ ഈ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചെടികളും ഇഷ്ടപ്പെട്ടു. കാരണം ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ, ഫെലനോപ്സിസ് ഒക്കെ കാണുമ്പോഴത്തേക്കിന് എല്ലാവർക്കും ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാരണം അത്രയ്ക്ക് മനോഹരമായ പൂക്കളാണല്ലോ ഇത് തരുന്നത്. അപ്പോൾ എന്താ നമ്മളുടെ ഫെലനോപ്സിസ് ബഡായിട്ട് വന്ന ചെടികളെല്ലാം എന്താ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറേ കളക്ഷൻ ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്തത് ആളുകൾ വീണ്ടും ചോദിച്ചതുകൊണ്ട് ഇപ്പം കൂടുതൽ ചെടികൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചെടികൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഇത് കണ്ടോ, ഞാൻ നമ്മുടെ ഒരു ചട്ടിക്കകത്ത് ഞാൻ 5 ചെടികൾ ഇതാ ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയിൽ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ദാ ഈ ഒരു കളറ് ഭയങ്കര ഡിമാൻഡുള്ളൊരു കളറാണ് കേട്ടോ. അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു പൂവ് കാണാൻ. അപ്പം ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ചെടി ഇട്ടപ്പോഴും ഭയങ്കര ചുവപ്പ് കളറായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അത് ചിലപ്പം ഗ്രീൻ ഹൗസിനകത്ത് വെച്ചെടുക്കുമ്പോൾ ഈ കളറിനകത്തൊരു ചേഞ്ച് വരുന്നതാണ്. അപ്പം ഈ ചുവപ്പ് കളറല്ല, ഇത് ഡാർക്ക് ഒരു പിങ്ക് കളറാണ്. പിന്നെ അതേ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ ചെടി. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിനകത്തുള്ള മോസ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം പോട്ട് ചെയ്യാൻ. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും പറയുന്നതാണ്. കാരണം അത് ആദ്യമേ പറഞ്ഞ് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും കേൾക്കട്ടെന്ന് വിചാരിച്ചാണ്. അറിയാവുന്നവർക്കല്ല കേട്ടോ, അറിയാവുന്ന ചെടികൾ പോട്ട് ചെയ്യാൻ അറിയാവുന്നവരല്ല, പുതിയതായിട്ട് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. അപ്പോൾ ഫെലനോപ്സിസ് ഒക്കെ ഒരുപാട് ചെടികളുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർ വെറൈറ്റി തിരക്കി വരുന്നവരും കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഈ ചെടി നട്ട് വളർത്തുന്നവരോട് ആണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് മോസ് ഫുള്ള് റിമൂവ് ചെയ്ത് കളയണം. കാരണം ഈ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോട്ട് ചെയ്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ആ മോസ് കളയാതിരുന്നു കഴിഞ്ഞാൽ ആ ചെടി പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നാൽ ഇതൊരു നല്ല വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം പ്ലാന്റുകളെല്ലാം തീർന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഏകദേശം ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോയിലൊന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാന്റ് അല്ല, സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ ചോദിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് നമ്മളുടെ ചെടികൾ. പിന്നെ എന്നും നമ്മളിങ്ങനെ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നത്തില്ലേ. അപ്പം നമുക്ക് ദിവസവും വീഡിയോ ഇടുകയും വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറൊക്കെ ഓരോരുത്തർ വരുമ്പം നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് അവർക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം. അതുകൊണ്ടാണ് നമ്മൾ ഈ വരുന്നവരുടെയൊക്കെ വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ അവർക്കറിയാതിരിക്കുമല്ലോ. നമുക്കറിയാൻ വയ്യാത്ത നമ്മുടെ ചെടിയുടെ നമുക്കറിയാവുന്ന കെയറിങ്ങിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചിലപ്പം വരുന്ന കസ്റ്റമറിന് അറിയായിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതല്ലേ. അപ്പം നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്, കുറേ കൂട്ടുകാരുണ്ട്. അവരെല്ലാമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ആളുകളെല്ലാം അതിൻ്റെ അടിയിൽ ലൊക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡ് വെളുത്തമണൽ കഴിഞ്ഞിട്ട് മഞ്ചാടിമുക്ക് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ നഴ്സറി. അപ്പോൾ അവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നില്ല, ലൊക്കേഷൻ ചോദിച്ചിട്ട് പറയുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലൊക്കേഷന് കരുനാഗപ്പള്ളിയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പരും തരുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് ഞാൻ പെട്ടെന്നൊരു നമ്പർ മുകളിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോളുകൾ ഒന്നിച്ച് കയറി വരും. അപ്പോൾ നമുക്ക് എല്ലാ കോളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഇടാത്തത്. പിന്നെ നമ്പർ അത്യാവശ്യമുള്ളവർ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ നമ്പർ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ കാര്യങ്ങൾ.